എക്സ്പ്രഷൻ ചാലഞ്ച്. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു വീഡിയോ അല്ല. അതിനൊരു കാരണം കൂടി ഉണ്ട്. വേറൊന്നല്ല, ഈ സാധനങ്ങളൊക്കെ എക്സ്പ്രഷൻ ഇല്ലാതെ തിന്നണം. ഇതിന്റെയൊക്കെ പേര് ഇങ്ങനെ എഴുതിയിട്ട് ലോട്ട് ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇത് എടുക്കണേ. ആദ്യം തന്നെ ഇഞ്ചിയാണേ കിട്ടിയത്. അപ്പൊ ഞാൻ ഇഞ്ചി ഇങ്ങനെ 2 ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഫസ്റ്റ് അത് വായിലിട്ട് ചവച്ചപ്പോ വലിയ വികാരമൊന്നും എനിക്ക് തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ അതിന്റെ എഫക്ട് വന്നു തുടങ്ങിട്ടോ. അതുകൊണ്ട് തന്നെ തീരെ എക്സ്പ്രഷൻ വന്നില്ല. ഞാൻ പിന്നെ തുപ്പിട്ടോ, ഇവളത് മൊത്തം ഇറക്കി. അടുത്തത് സോസ് ആണ് കേട്ടോ കിട്ടിയേ. ഇതെനിക്ക് അത്ര കുഴപ്പമുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് തിന്നപ്പോ എനിക്ക് തോന്നി ഇതിൽ നല്ലത് ഇഞ്ചിയായിരുന്നു. ആദ്യം തിന്നിട്ട് എക്സ്പ്രഷൻ ഇല്ലാതെ ഞങ്ങളൊന്ന് അഭിനയിച്ചതാണേ. പിന്നെ അത് കയ്യിൽ നിന്ന് പോയി. അടുത്തത് നാരങ്ങയായിരുന്നേ. ഒരു നാരങ്ങ 2 പീസാക്കി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. കട്ട് ചെയ്ത് വെച്ചത് ഭയങ്കര ചെറുതായ കാരണം വായുടെ ഉള്ളിലേക്ക് കയറുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോ എക്സ്പ്രഷൻ ഇട്ടിട്ട് തിന്നേണ്ടതാണോ അല്ലാണ്ട് തിന്നേണ്ടതാണോ എന്ന് എനിക്ക് തന്നെ ഡൗട്ടായി. ഈ വക സാധനങ്ങളൊക്കെ ഞാനാ തുപ്പിയിട്ടുള്ള ഓളിരുന്ന് തിന്നുണ്ട്. ഈ ഒരു സാധനം എപ്പോ വരും നോക്കിയിരിക്കായിരുന്നു കേട്ടോ ഞങ്ങള്. അല്ല, ഇത് തിന്നേണ്ടി വന്നില്ല. കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് എക്സ്പ്രഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ നല്ല രീതിക്ക് എരിവുള്ള ഒരു മുളകാർന്നേ. ഇത് മൊത്തം കഴിക്കണം എന്നായിരുന്നേ വിചാരിച്ചേ. പക്ഷെ 2 കടി കടിച്ചപ്പോഴേക്ക് ആ വിചാരം അങ്ങോട്ട് പോയി. പിന്നെ സാൾട്ട് ആയിരുന്നു കേട്ടോ. അതന്നെ ഉപ്പ്. ഉപ്പിനെന്താ ഈ കളർ എന്ന് ഞാൻ ചോദിക്കണ്ട. ഇത് പിങ്ക് സാൾട്ട് ആണ്. എനിക്കിത് അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അവൾക്ക് പറ്റിയില്ല. പിന്നെ ലാസ്റ്റ് ഉലുവയും ജീരകമാണ് കേട്ടോ. ഇത് തിന്നപ്പെങ്കിലും ഈ ചാലഞ്ചിനോട് ഒരു ആത്മാർത്ഥത പുലർത്തിട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഇതുപോലത്തെ ചാലഞ്ചിങ് വീഡിയോസിന് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുന്നേ.